നമസ്കാരം. മറ്റൊരു തൊടുകുറി അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒരു അധ്യായം നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അത് ചില മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ നിങ്ങളിലേക്ക് സാധിക്കുന്ന സാഹചര്യം വന്നു ചേരുന്നു എന്നതിനാലാണ്. അതിനാൽ യാദൃശ്ചികമായി ഇതിനെ പരാമർശിക്കുവാൻ സാധിക്കുന്നതല്ല. വിഷമതകൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ. കഷ്ടപ്പാടുകൾ ജീവിതത്തിലുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങളുടെ ഒരു ആഗ്രഹം നടക്കണം എന്ന് അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. പല കാര്യങ്ങളും നിങ്ങളിലേക്ക് യഥാസമയം വരാത്ത, അതായത് കടന്നു വരാതെ കഷ്ടപ്പാടുകൾ അനുഭവിച്ചു പോരുന്ന പല സാഹചര്യങ്ങളും ജീവിതത്തിലുണ്ട്. എന്നാൽ പല വഴിത്തിരിവുകളും ഉണ്ടാകുവാനുള്ള സാധ്യതകളും വളരെ കൂടുതലായ സമയമാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് വന്ന് ചേരുവാനിരിക്കുന്ന ഭാഗ്യാനുകൂലമായ ചില കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സഫലമാകുന്ന സാഹചര്യമുണ്ട്. ഇതേക്കുറിച്ച് കൂടിയാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് ഏറ്റവും വിശേഷപ്പെട്ടതായ 2 ചിത്രങ്ങളാണ്. ആ 2 ചിത്രങ്ങൾക്കും വളരെയധികം പ്രാധാന്യമുണ്ട്. അതിൽ ആദ്യത്തേതായ ചിത്രം മഞ്ഞളിന്റെ ചിത്രമാണ് എങ്കിൽ രണ്ടാമത്തേത് കറ്റാർ വാഴയാണ്. 2 സസ്യങ്ങൾക്കും അല്ലെങ്കിൽ 2 ചിത്രങ്ങൾക്കും അത്രമേൽ പ്രാധാന്യമുണ്ട്. പോസിറ്റീവായ ഊർജം നിറഞ്ഞു നിൽക്കുന്ന 2 വസ്തുക്കൾ തന്നെയാണ്. നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം ഇവിടെ തന്നിരിക്കുന്ന 2 വിശേഷപ്പെട്ട ആ ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അതിനായി കണ്ണുകൾ അടച്ച് ഇഷ്ടദേവതയെ നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹമാണ് എങ്കിൽ അതും നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്ന അനുകൂല കാര്യങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ വെളിപ്പെടുത്തുവാൻ സാധിക്കുന്നതുമാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. അപ്പോൾ മുൻപ് പരാമർശിച്ച പോലെ തന്നെ ഒരു ചിത്രത്തെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിന് മുന്നോടിയായി ഏവരും നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയുടെ നാമമോ നിങ്ങളുടെ കുടുംബ ദേവതയുടെ നാമമോ നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ആദ്യത്തെ ചിത്രമായ മഞ്ഞളാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ ഇപ്രകാരമാണ്. നിങ്ങൾ ഈശ്വരാനുഗ്രഹമുള്ള വ്യക്തികളാണ് എന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും. തൊടുകുറി ഗണിതപ്രകാരം നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹമുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. അത് നിങ്ങളുടെ കുടുംബ ദേവതയുമായി ബന്ധപ്പെട്ട അനുഗ്രഹവും ഇവിടെ കാണുവാൻ സാധിച്ചിട്ടുള്ളതാണ്. ഈ സമയം നിങ്ങളിലേക്ക് ചില കാര്യങ്ങൾ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ അനുകൂലമാകുവാൻ, നിങ്ങളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് കാണുന്നു. അത് ധനപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാകാം. ധനപരമായ ഒരു ഉയർച്ചയാകുവാനുള്ള സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ ധനം നിങ്ങളിലേക്ക് കടന്നു വരാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം എന്നതും വാസ്തവം തന്നെയാണ്. പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായി എന്ന് വരാം. പല കാര്യങ്ങളും നിങ്ങളുടെ കൈകളിൽ വന്ന് ചേരുന്ന സാഹചര്യമുണ്ട്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, പണം വരുന്നത് പോലെ തന്നെ പലപ്പോഴും ചെലവുകൾ വർദ്ധിക്കുന്നതായ സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവമാണ്. ഈ സമയം അല്പം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടതായ സാഹചര്യമുണ്ട്. നിങ്ങൾ തീർച്ചയായും ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്.
നിങ്ങൾക്ക് അനുയോജ്യം എന്ന് കരുതുന്നതായ പല കാര്യങ്ങളും ഈ സമയം നിങ്ങളിലേക്ക് കടന്ന് വരാത്തതായ സാഹചര്യമുണ്ട് എങ്കിൽ അല്പം കൂടി അനുകൂലമാകാവുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്ക് രൂപപ്പെടുകയും ചെയ്യാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ചില ക്ലേശങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത തള്ളിക്കളയുവാൻ സാധിക്കുന്നതല്ല. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ചില വിഷമതകൾ അല്ലെങ്കിൽ ഒരു പ്രയാസം, ആകുലതകൾ, ഉത്കണ്ഠ എന്ന് പറയാം. അത് നിങ്ങളുടെ പങ്കാളിയുമായി ബന്ധപ്പെട്ടാകാം, കുടുംബത്തിലെ ഒരംഗമോ തൊഴിലോ അല്ലെങ്കിൽ ധനപരമോ അല്ലെങ്കിൽ സന്താനങ്ങളുമായി ബന്ധപ്പെട്ടോ ആകാവുന്നതുമാണ്. അത്തരം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കും എന്നതിനാൽ തന്നെ എല്ലാ കാര്യങ്ങളെയും ലാഘവത്തോടെ നിങ്ങൾ എടുക്കാൻ പാടില്ല എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ പുലർത്തണം. ഈ സമയം എന്താണോ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അത് കർമ്മരംഗവുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട്. പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി പോലെ കുടുംബ ദേവതയുടെ കടാക്ഷമുള്ളതിനാൽ പല കാര്യങ്ങളും തരണം ചെയ്യുവാനുള്ള ഒരു ശക്തി തന്നെയാണ് നിങ്ങളിലേക്ക് കടന്ന് വരിക. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിശക്തി ഉള്ളതിനാൽ തന്നെ വളരെയധികം ബുദ്ധിശക്തി ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. ബുദ്ധിവൈഭവത്താൽ പല കാര്യങ്ങളെയും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നവരാണ്. എന്നാൽ അത് സാധിക്കുന്നുണ്ടോ എന്ന കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. എവിടെയാണ് അബദ്ധം സംഭവിക്കുന്നത് എന്ന് കൃത്യമായി തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ സാഹചര്യമുണ്ട്. പ്രതികൂലമായ പല സാഹചര്യങ്ങളെയും കാര്യങ്ങളെയും നിങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ ചില പ്രശ്നങ്ങൾ ഈ സമയം നിങ്ങൾക്ക് ഒഴിവാക്കപ്പെടുവാൻ സാധിക്കും എന്നതാണ് വാസ്തവം. ഈ സമയം തീർച്ചയായും ചില കാര്യങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്ന ബോധ്യം നിങ്ങൾക്കുണ്ട്. അത് ഏതാണ് എന്ന് മനസ്സിലാക്കി ഒരു പുനർവിചിന്തനം നടത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നതും വാസ്തവമാണ്. മാനസികമായ ശക്തി ഈ സമയം വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. അതിന് നിങ്ങൾക്ക് സാധിക്കാവുന്ന സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നതാണ് വാസ്തവം. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഒരല്പം ഉയർച്ച നേടുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഈ സമയം പല വിധത്തിലും പ്രതിസന്ധികൾ നിങ്ങൾക്ക് ഉണ്ടാകാവുന്നതാണ്. ആ പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനുള്ള സാധ്യത തുലവും കൂടുതലാണ്. പല പ്രശ്നങ്ങളെയും നിങ്ങൾക്ക് വീണ്ടും അവതരിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. അതായത് പല കാര്യങ്ങളെയും വീണ്ടും ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതായ സാഹചര്യം വന്നു ചേരാം. നിഷ്പ്രയാസം പല കാര്യങ്ങളെയും തരണം ചെയ്യേണ്ട സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പുതിയ സാഹചര്യങ്ങൾ കടന്നു വരാനുള്ള അവസരങ്ങൾ, അത്തരം ചില കാര്യങ്ങൾ അനുയോജ്യമാകാം. സ്ഥാനക്കയറ്റമോ ഉയർച്ചയോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ പ്രവർത്തിക്കാനുള്ള അവസരങ്ങളോ വന്ന് ചേരാവുന്നതാണ്. ചിലർ നിങ്ങളെ ഉപദ്രവിക്കുന്നുണ്ടാകാം. അത് കരുതി കൂട്ടി തന്നെ അവർ ചില വഴികൾ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നതാകാം. പല കാര്യങ്ങളെയും തിരിച്ചറിയേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ നിങ്ങളുടെ ചിന്തകൾ തെറ്റായിരുന്നോ എന്നോ ചില കാര്യങ്ങളിൽ ഒരു പുനർവിചിന്തനം നടത്തേണ്ടത് അനിവാര്യമാണോ എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടാം. ശത്രുക്കളെ പലരെയും ഈ സമയം തിരിച്ചറിയുവാനുള്ള അവസരമോ പല പ്രവൃത്തികളും കൃത്യതയോടെ നടപ്പിലാക്കുവാനോ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. അനുകൂലമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്ന സാഹചര്യമുണ്ട്.
എന്നാൽ എന്താണോ ദൈവം നിങ്ങൾക്ക് നൽകുന്നത് അത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധയോടെ നിങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. എന്നാൽ ഈ സമയം ചില കാര്യങ്ങളിൽ ഉണ്ടാകുന്നതായ അശ്രദ്ധ അത് നിങ്ങൾക്ക് ദോഷമായി ഭവിക്കാം എന്നതും വാസ്തവമാണ്. അതിനാൽ അത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. ചില കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായ ഒരു സമയം തന്നെയാണ്. കടബാധ്യതകളുണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ആശ്വാസം നിങ്ങൾക്ക് ഉണ്ടാകുവാനുള്ള സാധ്യതകളും വളരെ കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും ഒരു സാവകാശം ലഭിച്ചിരിക്കുന്നതായ സാഹചര്യമുണ്ട് എങ്കിൽ അത് തുടരുവാനുള്ള സാധ്യതകളുണ്ട്. അതായത് ചില കാര്യങ്ങളിൽ നിങ്ങളുടെ തീരുമാനങ്ങൾ കൃത്യമാകുവാനുള്ള സാധ്യതകളുണ്ട്. ഈ സമയം ഓർത്തിരിക്കേണ്ടതായ കാര്യങ്ങൾ അത് കൃത്യതയോടെ ഓർത്തിരുന്ന് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം തുണയ്ക്കുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ അത് മറ്റുള്ളവരോട് പറയേണ്ടതായിട്ടില്ല എന്ന കാര്യം നിങ്ങൾ ഓർക്കുക. അത്തരം കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടത് തന്നെയാണ്. ഈ സമയം നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് താൽക്കാലികമാണ് എങ്കിലും ലഭിക്കുവാനുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ ജോലി സംബന്ധമായ ചില പ്രശ്നങ്ങളെ മറികടക്കുവാനുള്ള ഒരു സാഹചര്യം അത് കടന്നു വരാം എന്നുള്ളതാണ്. കുടുംബ ദേവതയെ നിങ്ങൾ ഈ സമയം ആരാധിക്കേണ്ടതായിട്ടുണ്ട്. കുടുംബ ദേവതയുടെ കടാക്ഷവും ഈ സമയം നിങ്ങളിൽ കാണുവാനായി സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾ തീർച്ചയായും നിങ്ങൾ എന്താണോ പ്രവർത്തിക്കുന്നത് ആ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. ഈ മാസം അല്ലെങ്കിൽ ഈ സമയത്ത് തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കാം. വന്നു ചേരുന്ന അവസരങ്ങൾ അത് നിങ്ങളിലേക്ക് കൃത്യതയോടെ സ്വീകരിച്ച് ഈ സമയം നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തെ ചിത്രമായ കറ്റാർ വാഴയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ ചില പ്രയാസങ്ങൾ അത് ധനപരമാകാം അല്ലെങ്കിൽ മാനസികപരമായ വിഷമതകളാകാം. ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരു പരിഹാരം അത്രമേൽ അനിവാര്യമായ ഒരു സമയം കൂടിയാണ്. എന്നാൽ ഈ സമയം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ പലപ്പോഴും നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളതായ ഫലങ്ങൾ അത് നിങ്ങളിലേക്ക് കടന്നു വരാത്തതായ ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നതാണ് വാസ്തവം. പല കാര്യങ്ങളിലും നിങ്ങൾ അതിയായി ആഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന വ്യക്തികളാണ്. ആഗ്രഹങ്ങൾ നടക്കണം എന്ന പ്രാർത്ഥന പോലും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ മാറ്റങ്ങൾക്ക് ഒരു സാധ്യത തുറന്നു ലഭിക്കുന്ന ദിവസങ്ങൾ തന്നെയാണ് മുൻപിലുള്ളത് എന്ന് പറയാം. പല പ്രശ്നങ്ങൾക്കും സാധ്യത വളരെ കൂടുതലായ സമയം. ചില വ്യക്തികൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. ചില ബന്ധങ്ങൾ നിങ്ങൾക്ക് വളരെ ദോഷകരമായി ബാധിക്കുന്നു. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് മനസമാധാനം നഷ്ടപ്പെടുന്നു എന്നത് തന്നെയാണ്. ചില തർക്കങ്ങൾ ഈ സമയം വളരെ കൂടുതലാണ്. തർക്കങ്ങൾ അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പലരുമായി ബന്ധപ്പെട്ടും അഭിപ്രായ വ്യത്യാസങ്ങളോ തർക്കങ്ങളോ ജീവിതത്തിൽ നിലനിൽക്കുന്നതായ ഒരു സാഹചര്യമുണ്ട് എന്ന് കാണുന്നു. എന്നാൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ തർക്കങ്ങൾ അത് നിങ്ങളെ തളച്ചിടുവാൻ സാധിക്കില്ല എന്നതാണ് വാസ്തവം. തരണം ചെയ്യേണ്ടതായ കാര്യങ്ങളെ തരണം ചെയ്യുവാനുള്ള ഒരു ശക്തി തന്നെയാണ് നിങ്ങളിലേക്ക് കടന്നു വരിക എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്.
ഈ സമയം നിങ്ങളുടെ മനസ്സിൽ എന്താണോ ഉള്ളത് ആ ആഗ്രഹങ്ങൾ നടത്തിയെടുക്കുവാനുള്ള ഒരു അവസരം നിങ്ങളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പരിശ്രമങ്ങൾ തന്നെയാണ് ഈ സമയം നിങ്ങൾക്ക് അനിവാര്യമായിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ നിങ്ങളുടെ പരിശ്രമങ്ങൾ വിഫലമാകില്ല എന്ന കാര്യം ഓർക്കുക. എല്ലാ കാര്യങ്ങളിലുമല്ല പറയുന്നത്, പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാകുന്ന ഒരു സാഹചര്യമുണ്ട്. യാത്രകൾ നടത്തേണ്ടതായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാം. ഈ യാത്രകളുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങളുണ്ട് എങ്കിലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രവൃത്തികൾ അതിൽ വിജയങ്ങൾ അനിവാര്യമാകുന്ന സാഹചര്യമുണ്ട്. എന്നാൽ അത്തരം കാര്യങ്ങളിൽ പലതും ഇനി അങ്ങോട്ട് മുൻകൂട്ടി കണ്ട് പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം നിങ്ങളിൽ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്ന് പറയാം. പല കാര്യങ്ങളിലും ഭാഗ്യവർദ്ധനവ് നിങ്ങളിലുണ്ട് എന്നതും വാസ്തവമാണ്. ഭാഗ്യം തുണയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സന്തോഷം നൽകാവുന്ന, അനുകൂലമാകാവുന്ന ഒരു സമയം തന്നെയാണ് ആഗതമായിരിക്കുന്നത് എന്നതാണ് വാസ്തവം. പല കാര്യങ്ങളിലും നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികൾ അനുകൂലമായി പ്രതിഫലിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ടാകാം എന്നത് വാസ്തവം തന്നെയാണ്. പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുവാനുള്ള ഒരു അവസരമുണ്ട്. പല കാര്യങ്ങളിലും ഒരു തീർപ്പ് ഉണ്ടാകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും സ്വീകാര്യത ഉണ്ടാകേണ്ടത് അനിവാര്യം തന്നെയാണ്. ആ സ്വീകാര്യത നിങ്ങളിലേക്ക് വന്നു ചേരാം. പല കാര്യങ്ങളിലേക്കും അത് വ്യാപിക്കുന്നതായ സാഹചര്യമുണ്ട്. ജീവിതത്തിൽ അത് കടന്നു വരാവുന്ന സാഹചര്യമുണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് വിദേശ യാത്രകളുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ പോലും അനുകൂലമാകാം. പഠനാവസരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാകാവുന്ന ഒരു സാഹചര്യമുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നിഷ്പ്രയാസം തരണം ചെയ്യേണ്ടതായ കാര്യങ്ങൾ തന്നെയാണ്. അത് സാധ്യമാകാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നു എന്ന കാര്യം ഓർക്കണം. പലവിധ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു പോരുന്ന നിങ്ങൾക്ക് അത് സാധ്യമാകാവുന്ന സാഹചര്യങ്ങളുണ്ട്. ആശ്വാസം നിങ്ങളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. പല കാര്യങ്ങളും ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കാത്തതായ അവസ്ഥയുണ്ട്. ചില കാര്യങ്ങൾ അനുകൂലമാകുന്നു എന്നത് വാസ്തവമാണ്. ഈ സമയം ഈശ്വരാധീനം നിങ്ങളിൽ വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നേറുവാനുള്ള അവസരങ്ങൾ, അത് നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ മുൻപ് ചെയ്തിരിക്കുന്നതിന്റെ കർമ്മഫലവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഈ സമയം എന്താണോ നിങ്ങളുടെ പ്രശ്നം, അത് പരിഹരിക്കുവാനുള്ള ഒരു വഴി നിങ്ങൾക്ക് മുൻപിൽ തെളിയാം എന്നുള്ളതാണ്. മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് എന്നത് വാസ്തവമാണ്. അത് നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാകാം. ചില അംഗീകാരങ്ങൾ ഈ സമയം ഈ ദിവസങ്ങളിൽ നിങ്ങളിലേക്ക് വന്നു ചേരാം. ചില കാര്യങ്ങളിൽ ഉയർച്ച നേടുന്നു എന്നതുപോലെ തന്നെ കർമ്മരംഗവുമായി ബന്ധപ്പെട്ടും ചില അനുകൂല സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ ശരിയായ രീതിയിൽ പ്രവർത്തിക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ട ചിന്തകൾ കടന്നു വരാം. കുടുംബദേവതയുടെ അനുഗ്രഹം കാണുന്നു, ഇഷ്ടദേവതയുടെ അനുഗ്രഹം കാണുന്നു. തീർച്ചയായും അതിനാൽ ചില കാര്യങ്ങൾ അനുകൂലമായി തീരാം. ഈ വീഡിയോയിൽ, ഈ അധ്യായത്തിലൂടെ അഥവാ ഈ തൊടുകുറി ഗണിതത്തിലൂടെ ഞാൻ പരാമർശിക്കുവാൻ ആഗ്രഹിച്ചത്, അത് നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് ഗണിതത്തിൽ കാണുവാൻ സാധിച്ചിട്ടുള്ളത്.
ഈ സമയം ചില കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകമായും ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. അത് ചില കാര്യങ്ങളിൽ ഉണ്ടാകാവുന്ന ക്ഷോഭമാണ്. പിന്നീട് എന്തിനായിരുന്നു ക്ഷോഭിച്ചത് എന്ന് പോലും തോന്നാം. അപ്പോഴേക്കും പല കാര്യങ്ങളും കൈവിട്ട് പോയിട്ടുണ്ടാകാം. മുൻപും അത് പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. അതിനെ ആവർത്തിക്കാതിരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ചില കാര്യങ്ങൾ മറ്റുള്ളവർ നിങ്ങളോട് പറഞ്ഞു എന്ന് വരാം. കേട്ട ഉടനെ അത് ചിന്തിച്ച് അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ കാര്യങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് പോകാതെ തീർച്ചയായും ചിന്തിച്ച് തന്നെ തീരുമാനങ്ങൾ എടുക്കുവാൻ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം ഈശ്വരാനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന സമയമായതിനാൽ പല കാര്യങ്ങളും ഗുണകരമായി ഭവിക്കുന്ന സാഹചര്യമുണ്ട്. അതിനാൽ ശ്രദ്ധയോടെ തന്നെ ഈ സമയം മുന്നോട്ട് നീങ്ങണം.